ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള മിനി ബുക്കാണ്, നോട്ട് ബുക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 3 കാർഡ്ബോർഡ് പീസ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഇത് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ നോട്ട്ബുക്കിൻ്റെ പേജസിനായിട്ട് കുറച്ച് പേജസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡിനെ കവർ ചെയ്യാനായിട്ട് ഒരു പേപ്പറിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിനി നോട്ട്ബുക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് വലുതായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഷോയൊക്കെ ഇറക്കാം കേട്ടോ. പിന്നെ ടീച്ചേഴ്സ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എഴുതി വയ്ക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. പിന്നെ ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുമാത്രമല്ല, കുറച്ച് ദിവസം മുന്നേ ഞാൻ ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതും ഷോർട്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. വേണ്ടവരൊക്കെ പോയിട്ട് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ചാനൽ ഇപ്പോൾ 500+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. അങ്ങനെ നമ്മുടെ ബുക്ക് കവർ ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ്. ആ കാർഡ്ബോർഡിന് പേപ്പർ വെച്ചിട്ടൊന്ന് ഫെവിക്കോളും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആർക്കായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ബുക്ക് കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേജസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പേജസ് ഒട്ടിക്കുന്ന സമയത്ത് നടുവിലായിട്ട് ഒരിക്കലും പശ തേക്കരുത്. 2 സൈഡിലും മാത്രമേ പശ തേക്കാൻ പറ്റുള്ളൂ. നടുവിൽ തേച്ച് കഴിഞ്ഞാൽ തുറക്കാനും പറ്റത്തില്ല, പേജസ് എല്ലാം വിട്ട് പോരുകയും ചെയ്യും. ഞാനിതിപ്പോൾ 2ാമത്തെ മിനി നോട്ട്ബുക്കാണ് ഉണ്ടാക്കുന്നത്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ക്യൂട്ട്നെസ് ആണല്ലോ. അതിനായിട്ട് ഞാൻ റെഡ് കളർ ആക്രിലിക് മാർക്കർ വെച്ചിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആക്രിലിക് മാർക്കർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. പെയിൻ്റ് ആയാലും സ്കെച്ച് ആയാലും എന്തായാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പിന്നെ ഇതിനെ കുറച്ചുകൂടി ക്യൂട്ടാക്കാനായിട്ട് സ്ട്രോബെറീൻ്റെ സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മിനി നോട്ട്ബുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഈ മിനി നോട്ട്ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത ക്രാഫ്റ്റ് ഏത് വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുമാത്രമല്ല, ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.